ഇതില് ഷേക്കാണ് അതോ റാംബോ നീയാണോ ലീഡർ? നീ നാളെ ആളാ, നീ അത് ലൈനപ്പ് ഉണ്ടോ നോക്കടാ റാംബോ, നീ നാളെ ലൈനപ്പ് ഉണ്ടോ നോക്കട്ടോ മോനെ പറഞ്ഞേക്കടാ. തന്തേനാണോ വിളിക്കുന്നേ? എന്നാ പിന്നെ നാളെ തൊട്ട് സിറ്റിയിൽ വണ്ടി അടിച്ച് നടന്ന് ഇന്ത്യ വണ്ടിക്ക് തട്ടിട്ട് തന്തക്ക് വിളിക്കുന്നൊക്കെ ഇതിപ്പോ നിങ്ങളാണല്ലോ നാളെ തൊട്ട് ഷേക്കിന്റെ വണ്ടി നാളെ ഷേക്ക് നിക്കറില്ലാതെ ഓടും, മനസ്സിലാവണമൊക്കെ. നാളെ ഷേക്ക് നിക്കറില്ലാതെ ഓടുന്ന കാണിച്ചാൽ മനസ്സിലായോ? അമ്പൂട് 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 പണ്ട് നമ്മള് ടീച്ചറെ അണ്ണനായിട്ട് 5 പേര് 6 പേര് വെച്ച് നമ്മള് MRC ലീഡർ ഓർ കോ ലീഡർ കം ടു ഗ്യാങ് ഹൗസ് ഔട്ട്സൈഡ്. എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആജി പറയും, ഞാൻ ഒന്നും മറന്നിട്ടില്ല. നീ ഓക്കെ ഹലോ 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 ബ്രോ, നമ്മുടെ ഒരു കൂട്ടത്തിൽ ഒരാളെ ഹോസ്റ്റേജ് എടുത്തെന്ന് പറഞ്ഞായിരുന്നു. അത് എന്തിനാണെന്നൊന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഹോസ്റ്റേജ് നിങ്ങൾ നമ്മളെ ഫയർ ചെയ്ത് നമ്മള് ഇനീഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു. എങ്ങനെ നിങ്ങളെ ചുമ്മാ ഒന്ന് ഫയർ ചെയ്തോ? നിങ്ങളാണല്ലോ നമ്മളെ പപ്പടത്തിനും പിന്നെ അല്ല, അതിനു മുമ്പത്തെ സിറ്റുവേഷൻ ഒന്നും പറഞ്ഞില്ലേ? അപ്പൊ കൂടെ ഉള്ളവര് ബ്രോയ്ക്ക് അറിയാവുന്നതായിരിക്കും ചിലപ്പോ ബ്രോ അടുത്ത് പറഞ്ഞേക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കണ്ണാപ്പിയെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയിട്ട് ഒന്നും പറയാതെ വണ്ടി എടുത്ത് പോയല്ലോ. അല്ല ബ്രോ, പൊങ്ങുന്നവരെ എന്റെ അടുത്തല്ലേ ബ്രോ സോറി പറയണ്ടേ? ബ്രോ അവനെ ഇടിച്ച് കൊന്നിട്ട് ഒന്ന് ആളൊന്ന് റെസ് പോലും ആവാതെ അതിനു മുമ്പ് മറ്റേ ആർക്കോ വേണ്ടിട്ട് ഒരു സോറി പറഞ്ഞിട്ട് പോവാണോ? ഹലോ ബ്രോ ഞാനിവിടെ ഉണ്ടായിരുന്നു ബ്രോ. അവിടെ എന്നോടാണ് ബ്രോ സംസാരിച്ചേ. അത് എഴുന്നേറ്റ് പോകാനാണ് അവനോട് പറഞ്ഞത്. ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ മോബിയുടെ അടുത്ത് മറ്റേ മോബിയുടെ തന്തയ്ക്കൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതെന്തായിരുന്നു ഒന്ന് കേൾക്കണമായിരുന്നു, അറിയാമായിരുന്നു. അതെ, അതായിരുന്നു സിറ്റുവേഷന്റെ അവിടെ ഒരു ഞാനും കണ്ണാപ്പി അവിടെ വന്ന് ഈ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി, കണ്ണാപ്പിനെ ഇടിച്ചു വന്നതിന്റെ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി ഞാനും കണ്ണാപ്പി അവിടെ പോയി. ചെന്നപ്പോ തന്നെ ഇവരെല്ലാരും മാറിപ്പോയി ചോദിക്കാൻ വന്നപ്പോ. അപ്പം ഈ ഇവരുടെ കൂട്ടത്തിൽ 2 പേര് വന്നിട്ട് എന്റെ ബൈക്കിൽ കയറിയിരുന്നത്. ആ ബൈക്ക് ഞാൻ ഇടിച്ചിട്ട്, ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, ബൈക്ക് ഇടിച്ചു. എന്റെ ബൈക്ക് ആയതുകൊണ്ട് ഞാൻ ഇടിച്ചിട്ട് ഞാൻ ബൈക്ക് കയറുമ്പോ തന്നെ അവൻ വിളിക്കുന്നത്, എന്താടാ തന്തയിലേമൊക്കെ നീയൊക്കെ സിറ്റിയിൽ അലങ്കാരമായിട്ട് നടക്കുവാണോ എന്ന് പറഞ്ഞാൽ ചോദ്യം തിരിച്ചിങ്ങോട്ട്. പിന്നെ ഫയർ ചെയ്തത് നമ്മളല്ല, ആ സാംസുലേക്കാണ് എന്നെ ഫയർ ചെയ്തത് ഫസ്റ്റ്. അവൻ എന്നെ ഫയർ ചെയ്തത് അവന് ഓർമ്മയുള്ളൂ. അവനെ അടിച്ച് ഞാൻ അവന് കൊടുക്കാനുള്ള ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടു. നമ്മളത് അറിഞ്ഞിട്ടില്ല. ഗ്യാങ്ങിന് വേണ്ടിട്ട് സംസാരിക്കാൻ വരുമ്പോ അറ്റ്ലീസ്റ്റ് അല്ലടാ മാക്കെ, ഞാൻ പറയട്ടെ, ഈ ഫുൾ POV വെരിഫൈ ചെയ്യാനുള്ള ടൈം ഫ്രെയിം ഒന്നും ആയിട്ടില്ല. നമുക്കിത് മുഴുവൻ കണ്ടിട്ട് വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമ്മളിത് മുഴുവൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നു മാക്കെ, ടൈം ഫ്രെയിമും മറ്റേ കാണാനും ഒന്നും പോകണ്ട മാക്കെ. സ്വന്തം സിറ്റുവേഷനിലുള്ള മെമ്പറിനോട് എന്താ പറ്റിയെന്നൊന്ന് ചോദിച്ചാൽ മതി. അതിന് ടൈം ഫ്രെയിം ഒന്നും കാണണ്ട. ആര് POV കാണാൻ? ഞങ്ങള് POV അതാ ഞാൻ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ചോദിക്കണം, ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിക്കണം എന്താണെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണം ബ്രോ, എന്താ പറ്റിയെന്ന് ചോദിക്കണം. ഇവരുടെ അടുത്ത് വന്ന് തന്തയില്ലായ്മ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ നീയൊക്കെ കേറി തന്തേനാണോ വിളിക്കുന്നേ? എന്നാ പിന്നെ നാളെ തൊട്ട് സിറ്റിയിൽ വണ്ടി അടിച്ച് നടന്ന് ഇന്ത്യക്ക് വണ്ടിക്ക് തട്ടിട്ട് തന്തക്ക് വിളിക്കുന്നൊക്കെ. ഇതിപ്പോ നിങ്ങളാണല്ലോ നാളെ തൊട്ട് ഷേക്കിന്റെ വണ്ടി ബ്രോ
ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറയണത് പോലെ ഡ്രോപ്പ് ചെയ്യൽ പരിപാടി ഒന്നും ഞങ്ങളുടെ അതിലേ വരുന്നൊരു കാര്യമില്ല. തല്ലാനുള്ള പ്ലാനാണ് ഞങ്ങളോട് വന്നത്. മനസ്സിലായി? സമയം മാത്രം പറഞ്ഞാൽ മതി. സമയം എപ്പോഴാന്നൊക്കെ പറഞ്ഞാൽ മതി. മിണ്ടാറ നമ്മളെ കൂട്ടത്തിൽ മിണ്ടായി. ഹലോ നമ്മളെ കൂട്ടത്തിൽ മിണ്ടായി നമ്മളെ കൂട്ടത്തിൽ മിണ്ടായി. അല്ല ബാക്കി അങ്ങനെ പ്രോപ്പർ ഒരു കാര്യം ചോദിക്കട്ടെ. നീ റിപ്പയറിന്റെ അവിടെ ചത്തിടക്കണ്ടല്ലോ, എന്നിട്ട് വീണ്ടും കണ്ടായിരുന്നല്ലോ. അടിച്ചതൊന്നും കാണേണ്ട ആവശ്യമില്ല. മാക്കേ റീഎൻട്രി ചെയ്യാൻ പാടില്ല. നമ്മുടെ ആരും വന്നില്ല രണ്ടാമത്. മനസ്സിലായോ? ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് മറ്റേ FRP ഒന്നും വലിക്കണ്ട. ഞങ്ങൾക്ക് FRP വലിക്കണം. ഞങ്ങളുടെ കൂടുതൽ ഞങ്ങളത് വലിക്കുന്നില്ല. വാസ്തു ബ്രോ, നമ്മള് നിങ്ങളെ ഒരു ഹോസ്റ്റേജ് ഇവിടെ കൊണ്ടുവന്ന് ആ ഹോസ്റ്റേജിനെ ഹോൾഡ് ഇട്ട സമയത്ത് നമ്മൾ ഇവിടെ KV അവിടെ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ പോണേ. അതൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളോട് മറുപടി പറ. ഞാൻ ചോദിക്കുന്ന മറുപടി വർഷയ്ക്ക് നമ്മളോട് സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് KV ആയിട്ട് നിങ്ങളുടെ പ്ലേസ് ഒരുത്തം കൊണക്കാൻ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങളൊരു ഹോസ്റ്റേജ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വാർത്തയാക്കി. ഞാൻ ഒരു കാര്യം പറഞ്ഞോട് ശേഖരത്ത് മന്ത്രോത്തരം പറയാതെ പറയുന്ന കാര്യം കേക്ക്. ഹോസ്റ്റേജിനെ റിലീസ് ചെയ്തു സംസാരിക്കാൻ പറയുന്നത് ഷേഖേ മോനെ പറഞ്ഞേക്കടാ. നീ കണ്ടോ നീ കണ്ടോ നീ നാളെ നാളെ 10 മണിയാകുമ്പോ ഞങ്ങൾ പ്രിയവാറുണ്ട്. ഞങ്ങൾ 10 മണിയാകുമ്പോഴത്തേക്കിനും പ്രിയവാറിന് റെഡിയാണ്. നാളെ സിറ്റുവേഷൻ അങ്ങനെ ഇതാക്കണം. ഞങ്ങൾക്ക് 10 മണിക്ക് ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ 10 മണിക്ക് സിറ്റുവേഷൻ നാളെ ചേക്ക് നിക്കറില്ലാതെ ഓടും. മനസ്സിലാവണമൊക്കെ നാളെ ചേക്ക് നിക്കറില്ലാതെ കാണിച്ചാൽ മനസ്സിലായോ? അല്ല ഇതില് ഷേക്കാണെങ്കില് അതോ റാംബോ നീയാണോ ലീഡർ? നീ നാളെ നീ അത് ലൈനപ്പ് ഉണ്ടോ നോക്കടാ റാംബോ. നീ നാളെ ലൈനപ്പ് ഉണ്ടോ നോക്കട്ടോ. നാളെ നീ വെടിയൊക്കെ ഇറങ്ങും നോക്ക്. എന്നിട്ട് നീ തോലിക്കാൻ വാ. നാളെ വാ നീയൊക്കെ നാളെ വാ. നീ നാളെ വാ. അല്ല അവൻ ലൈനപ്പ് ചെയ്തോ. അവൻ ലൈനപ്പില്ല. വെടിവെക്കാൻ അറിയത്തില്ലല്ലോ. വെടിവെക്കാൻ അറിയാന്നല്ലേ ലൈനപ്പ് എടുക്കത്തുള്ളൂ. നമ്മടുത്ത് കൊണ്ടുവന്ന് വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ സിറ്റുവേഷൻ വന്നത്. ഞങ്ങൾ റീഎൻട്രി ചെയ്തിട്ടില്ല. മാക്കിന്റെ വെറും തെറ്റാറിനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. നമ്മുടെ അത് പറഞ്ഞിട്ടില്ല. നമ്മുടെ നമ്മുടെ റേഡിയോയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. എല്ലാത്തിനും POV മനസ്സിലായി. പക്ഷെ നമ്മുടെ സംസാരിക്കാൻ നിൽക്കുന്നേ. അഡ്മിൻസ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്
ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റേജ് സിറ്റുവേഷൻ ഹോൾഡ് ആണ്. നമ്മൾ ഒരു കാര്യം തിരിച്ചു വന്ന് പറയുന്നത് വരെ അത് hold ആണെന്നാ. ഹോസ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ അടിച്ചുകൂടാന്ന് ഇവിടെ ഒരു ഇതുള്ളൂ. ഹോസ്റ്റേജ് നമ്മൾ റേഡിയോയിൽ റിലീസ് ആയി നമ്മൾ റേഡിയോയിൽ പറയുകയും ചെയ്തു. പൂർണിമോനുണ്ടല്ലോ അവന് വലിയ കിഴപ്പാണ്. പൂർണിമോനെ വിളിച്ചാൽ പറയാ തിരിച്ചാൽ വിളിക്കാതിരിക്കാറ് കിഴച്ചിരിക്കാം. കത്തിച്ചാരും പറഞ്ഞല്ലോ എടുത്ത ഹോസ്റ്റേജിന് കത്തിച്ചാരും അത് ഡൗട്ട് ഉണ്ട്. POV കാണുന്നത് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് പോയത്. അതിനുശേഷം ഒന്നും പറഞ്ഞില്ല. വേറെ ആരോടെ പറയണ്ടേ മാക്ക ടിക്കറ്റ് വലിച്ചു വാറൊക്കെ കളിക്കാനാണെങ്കിൽ കുറച്ച് ദിവസം അധികം ദിവസം ഇരിക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്തു മാക്കെ. ഞാൻ അവിടെ വ്യക്തമായി പറഞ്ഞാണ് കത്തിച്ച ആളെ ഹോസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്യണമെന്ന് POV വെരിഫൈ ചെയ്തിട്ട് മിന്നൽ മാക്കെ റാംബോയുടെ അടുത്ത് പറയാൻ കാര്യം പറഞ്ഞിട്ട് വിട്ടു. റാംബോ നിങ്ങളുടെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പം പിന്നെ അറിയില്ലെന്ന് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് മിന്നലെ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാണ് ബ്രോ. ബാക്കി ആരും സംസാരിക്കരുത്. മിന്നലെ ഒരു ഗ്യാങ്ങിലെ A to Z മെമ്പേഴ്സിന്റെ അടുത്ത് പോയി എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ അടുത്ത് പറയും അവര് റേഡിയോ കോൾ കയറണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ എന്റെ ഉത്തരവാദിത്തം അല്ല. ഒരു ഗ്യാങ്ങിലുള്ള 35 അടുത്ത് വേറെ പോയിട്ടും തീരുമാനം പറയേണ്ടത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ലീഡർ കോ ലീഡർ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എന്റെ മിസ്റ്റേക്ക് അല്ലേ റാംബോ ബ്രോ? അങ്ങനെ പറയരുത്. അഡ്മിൻ പറഞ്ഞില്ല. ഒരു മിനിറ്റ് ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. അതായത് റാംബോ ബ്രോ അപ്പൊ റാംബോ ബ്രോ ഇപ്പം പറയണമായിരുന്നു. അങ്ങനല്ല, അഡ്മിൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പറയണമായിരുന്നു. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മിന്നൽ ബ്രോ അത് അഡ്മിന്റെ മണ്ടയ്ക്ക് വെക്കരുത്. അത് അഡ്മിന്റെ കുറ്റമല്ല. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്ലേസിന്റെ അടുത്ത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് മിന്നലിന്റെ POV വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ലീഡറിന്റെ അടുത്താണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഇമോട്ട് കാണേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ആട് ബ്രോ. ഇത് ഞാനുള്ള കാര്യം പറയാം. നമ്മൾ സംസാരിക്കാൻ വന്ന ആട് ബ്രോ ഇവിടെ വണ്ടി എടുത്ത് പോവാടാ. നീയൊക്കെ വണ്ടി എടുത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ട് സൈഡ് പിരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. പിന്നെ ഇമോട്ട് ഇടുന്നതൊക്കെ ഞാൻ എന്ത് പറയാനാ? നിങ്ങളെല്ലാരും പ്രൊവോക്ക് ചെയ്യരുത്. ഓക്കെ, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റില്ല. പ്രീവാർ ടൈം കൺഫേം ചെയ്തില്ല. 10 മണി നാളെ. നാളെ വാ. എല്ലാം നാളെ പറഞ്ഞേ. ഇവന്മാര് ഈ അടിച്ച മാറടക്കി ഇവന്മാര് നാളെ പ്രീവാർ അടിക്കുന്നു നിനക്കൊക്കെ തോന്നണ്ടേ? ഇവന്മാര് നാളെ